കൊട്ടാരക്കരയിൽ ഇന്നലെ നടന്ന ട്രാൻസ്ജെൻഡർമാരുടെ സമരം വലിയ സംഘർഷത്തിലാണ് അവസാനിച്ചത്. SP ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് റോഡ് ഉപരോധത്തിലേക്കും അക്രമത്തിലേക്കും നീങ്ങിയത് വളരെ പെട്ടെന്നായിരുന്നു. സംഘർഷത്തിന് പിന്നാലെ സമരം നടത്തിയ 20 ട്രാൻസ്ജെൻഡർ വനിതകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പോലീസും സമരക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. കൊട്ടാരക്കര CI ജയകൃഷ്ണന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 10ഓളം പോലീസുകാർക്കും നിരവധി സമരക്കാർക്കും പരിക്കുണ്ട്. 2021 ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ എടുത്ത കേസാണ് എല്ലാത്തിന്റെയും തുടക്കം. ആ കേസിന്റെ സമൻസ് ഇപ്പോഴാണ് വരുന്നത്. ഈ സമൻസ് റദ്ദാക്കണമെന്നും കേസെടുത്ത പോലീസുകാരനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു കൊല്ലം ട്രാൻസ്ജെൻഡർ കൂട്ടായ്മയുടെ പ്രതിഷേധ മാർച്ച്. എന്നാൽ ഈ മാർച്ച് പോലീസ് തടഞ്ഞതോടെ കൊട്ടാരക്കര ഗാന്ധിമുക്കിൽ ഇവർ നടു റോഡിൽ വാഹന ഗതാഗതം പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് റോഡ് ഉപരോധിച്ചു. ഒരു മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഇവർ നടു റോഡിൽ സമരം ചെയ്തത്. സമരം ചെയ്യുന്നതിനിടെ ഒരു ഇരുചക്രവാഹനം കടന്നു വരികയും ഇയാളെ കല്ലെടുത്ത് സമരക്കാർ ആക്രമിക്കാൻ തുടങ്ങിയതിനു പിന്നാലെയാണ് പോലീസ് ഇതിൽ ഇടപെട്ടത്. പിന്നീട് ഇത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. കൊട്ടാരക്കര CI ജയകൃഷ്ണൻ ഉൾപ്പെടെ 10ഓളം പോലീസുകാർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. സോഡാ കുപ്പി കൊണ്ടുള്ള ഏറിലാണ് CIയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇദ്ദേഹത്തിന്റെ തലയിൽ 6ഓളം തുന്നലുകളുണ്ട്. വനിതാ CPOയായ ആര്യയുടെ തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ പോലീസുകാരെല്ലാം ഇപ്പോഴും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സംഘർഷത്തിന് പിന്നാലെ 20ഓളം ട്രാൻസ്ജെൻഡർ സമരക്കാരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ 19 പേരെ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലും ഇവരുടെ നേതാവായ ഒരാളെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലും എത്തിച്ചു. പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് ഇവരെ റിമാൻഡ് ചെയ്തത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ ആക്രമിക്കുക, റോഡ് തടയൽ, ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ, ഗൂഢാലോചന തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്.